HSA ഫിസിക്കൽ സയൻസ് കാൻഡില ഫിസിക്സ് ഓൺലൈൻ കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഹൈഡ്രജൻ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അടുത്ത ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമ്മളിപ്പോൾ ഹൈഡ്രജൻ്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോ ക്ലാസ്സുകളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. കഴിഞ്ഞ വീഡിയോസ് എല്ലാം പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്, അതെല്ലാം അവിടെ പോയിട്ട് നോക്കാം. സോ ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 20K റുപ്പീസ് ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. +1 +2 ഫിസിക്സ് കെമിസ്ട്രി ഫുൾ ടോപ്പിക്ക് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഹൈഡ്രജൻ ഫ്രം ആൽക്കലീസ് എന്ന് പറയുന്ന ഒരു പോർഷനാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇനി നമുക്ക് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള അടുത്ത കുറച്ച് മെത്തേഡുകൾ നമുക്കിനി നോക്കാം. വേറെയും കുറച്ച് മെത്തേഡുകളുണ്ട്, ആ മെത്തേഡ് നോക്കാം. അതിലൊരു മെത്തേഡിൻ്റെ പേര് ഞാനിവിടെ ആദ്യം എഴുതാം, നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും അത് വായിച്ചോളൂ. ഓക്കെ, ഇതിൻ്റെ സ്പെല്ലിങ് ഇതാണ്, ഇങ്ങനെ വായിക്കാം. വിനോസ് മെത്തേഡ് എന്ന പേരിൽ നമുക്ക് തൽക്കാലം അതിനെ വായിക്കാം. അപ്പോൾ വിനോസ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് വേണ്ടി സംഭവം എന്ന് പറയുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും വാട്ടറും അതുപോലെ തന്നെ അലുമിനിയവും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, മിക്സ് ചെയ്യാണ്. അങ്ങനെ മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മളിവിടെ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ കിട്ടുന്ന ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡിനെ പറഞ്ഞ പേരാണത് യുനോസ് മെത്തേഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പ്യൂർ ഹൈഡ്രജൻ ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദി ആക്ഷൻ ഓഫ് കോസ്റ്റിക് പൊട്ടാഷ് ഓൺ സ്ക്രാപ്പ് അലൂമിനിയം. സ്ക്രാപ്പ് അലുമിനിയമായിട്ട് കോസ്റ്റിക് പൊട്ടാഷും വാട്ടറും മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, ഹൈഡ്രജൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ ഒന്ന് പഠിച്ചിരിക്കുക. 2Al + 2KOH, ഇത് നമുക്ക് കോസ്റ്റിക് പൊട്ടാഷ് എന്ന് പറയാം, പ്ലസ് വരിക 2H2O. ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യിപ്പിക്കുകയാണ്. മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് 2KlO2 പ്ലസ് വരിക 3H2 എന്ന് പറയുന്ന ഹൈഡ്രജൻ നമുക്കിവിടെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കോസ്റ്റിക് പൊട്ടാഷുമായി അല്ലെങ്കിൽ KOHും വാട്ടറും അലുമിനിയം കൂടി മിക്സ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്ന പ്രോസസ്സ് ഏതാണ് എന്നുള്ള ഒരു ചോദ്യം നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കൃത്യമായി ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് നമുക്കിവിടെ അറിഞ്ഞിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കാം. ക്ലിയർ? ഇനി നമുക്ക് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡ് ഞാനിവിടെ എഴുതി കാണിച്ചു തരാം. അതിതാണ് NaH. ഓക്കെ, NaH + H2O. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് NaOH + H2 എന്ന് പറയുന്ന വാതകം ഫോം ചെയ്യും. ദാറ്റ് ഈസ് പ്യൂർ ഹൈഡ്രജൻ ഈസ് ഓൾസോ ഒബ്റ്റൈൻഡ് ബൈ ദി ആക്ഷൻ ഓഫ് NaH ഓൺ വാട്ടർ or by the action of Mg on dilute H2SO4. ഇത് തന്നെ നമുക്ക് വേറൊരു രീതിയിലും കൂടി നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ Mg + magnesium + dilute H2SO4 Mg + dilute H2SO4 കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, MgSO4 + H2 നമുക്കിവിടെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, മാഗ്നീഷ്യവും ഡൈലൂട്ട് HCl-ഉം H2SO4 ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ NaHൽ നിന്ന് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്കിവിടെ പറയുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നമുക്ക് അടുത്തൊരു മെത്തേഡ് നോക്കാം. ഇലക്ട്രോലൈസിസ്, വൈദ്യുത വിശ്ലേഷണം എന്നുള്ളതാണ് അതിൻ്റെ പേര് കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. ഇലക്ട്രോലൈസിസ് ഓഫ് വാം സൊല്യൂഷൻ ഓഫ് BaOH2 യൂസിങ് Ni electrodes ഓൾസോ ഗീവ്സ് എ പ്യുവർ H2 എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇലക്ട്രോലൈസിസ് ഓഫ് വാം സൊല്യൂഷൻ ഓഫ് BaOH2 using Ni electrodes, nickel electrodes gives നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യും, gives pure H2.
ഓക്കെ, അപ്പോൾ ഇലക്ട്രോളൈസിസ് ഓഫ് വാം സൊല്യൂഷൻ ഓഫ് BaOH2 യൂസിങ് Ni ഇലക്ട്രോഡ്സ്, നിക്കൽ ഇലക്ട്രോഡ്സ് ഗീവ്സ് നമുക്ക് എന്ത് തരുന്നു, H2 തരും എന്നുള്ള കാര്യം കൂടി പഠിച്ചിരിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത കുറച്ച് മെത്തേഡ്സും കൂടി പഠിക്കാം.